ഫ്രണ്ട്സ്, ജുവൽസ് മാജിക് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയ കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ചെറിയ കേക്കിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 4 വലിയ മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ മുട്ടയാണെങ്കിൽ 5 6 നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെയാ വെച്ചെടുക്കാം. ഇവിടെ ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് 3 പ്രാവശ്യം അരിച്ച് വെച്ചിട്ടുണ്ട്. കേക്കിനൊക്കെ ഉപയോഗിക്കുമ്പോൾ 3 പ്രാവശ്യം അരിച്ചെടുക്കുന്നതാണ് നല്ലത്. അപ്പൊ ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 240 ml കപ്പിലാണ് എടുത്തിരിക്കുന്നത്. 1/4 സ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 സ്പൂൺ ബേക്കിംഗ് സോഡയും എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് ചെറി, 1/4 കപ്പ് ഓയില്, 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ്. അപ്പോ അത് 1 കപ്പോളം വരും. അത് നമുക്ക് ചെറിയൊരു പൾപ്പാക്കി തയ്യാറാക്കണം. അപ്പൊ ചെറി 1/4 കപ്പാണ്. അപ്പൊ 1/4 കപ്പ് തന്നെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സി ജാറിൽ അടിച്ചെടുക്കാം. അപ്പൊ നമുക്കിനി ഇത് അടുപ്പത്തേക്ക് ഒരു സോസ് പാൻ ചട്ടി വെച്ച് കൊടുത്തിട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 3 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കട്ടി ബാറ്ററായിട്ട് തയ്യാറാക്കി. അപ്പൊ ഞാൻ ഈ സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ 3 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് ഇളക്കിയെടുത്ത് നല്ലൊരു കട്ടി ബാറ്ററായിട്ട് തയ്യാറാക്കി എടുക്കാം. അപ്പൊ ഞാനിത് നമ്മുടെ ചെറിയ പൾപ്പ് കൂടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്നുകൂടി ഒന്ന് ചൂടാറാൻ വെക്കാം. അപ്പൊ ചൂടാറി കഴിയുമ്പോൾ നല്ല ഒരു കട്ടിയായിട്ട് വരും. അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് നമ്മുടെ മുട്ടയെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ട് വരാം. അപ്പൊ ഞാനിവിടെ മുട്ട ബീറ്റ് ചെയ്തെടുത്തു. അപ്പൊ നമുക്ക് ഇതിലേക്ക് പഞ്ചസാര 3 ബാച്ചായി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പൊ ഞാൻ പഞ്ചസാര പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തു. ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓവർ മിക്സിങ് ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് അതിന്റെ കൂടെ മിക്സ് ആകാൻ വേണ്ടി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പൊ ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇതിലേക്ക് നമുക്ക് ആദ്യം ഒന്ന് ചെറി സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഞാനിതിലേക്ക് ചെറി സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അല്പാൽപമായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പൊ ഞാനിവിടെ ബാറ്റർ തയ്യാറാക്കി കഴിഞ്ഞിട്ടോ. അപ്പൊ ഇതിലേക്ക് ഇപ്പൊ റെഡ് കളർ വന്നിട്ടുണ്ട്. എന്നാലും ഇനിയും റെഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കളർ ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാം. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് ആണ്. പിന്നെ മോൾഡിലേക്ക് നമുക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഓയിൽ തടവി കൊടുത്തിട്ട് മൈദ തട്ടി കൊടുക്കുക ചെയ്യാം. ഹാർവേഡ് റെഡ് കളർ ചേർത്തിട്ട് നമുക്കിത് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഞാനിത് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൽ ബബിൾസ് ഉണ്ട്. അപ്പൊ ബബിൾസ് കളയാനായിട്ട് ഒരു 20-25 പ്രാവശ്യം നന്നായിട്ട് ടാപ്പ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഓവനിലേക്ക് വെച്ചു കൊടുക്കാം. 180 ഡിഗ്രിയിൽ തന്നെ 30 മിനിറ്റ് ആണ് ഞാൻ ബേക്ക് ചെയ്യുന്നത്. നമുക്ക് അതിനുശേഷം കുത്തി നോക്കാം. അതിനുശേഷം ആയിട്ടെങ്കിൽ മാത്രം എക്സ്ട്രാ നമ്മൾ 5-10 മിനിറ്റ് വെച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ കേക്ക് കൂടെ റെഡി ആയിട്ടോ. ഞാൻ 30 മിനിറ്റിന് ശേഷം നോക്കി. അപ്പൊ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഒരു 5 മിനിറ്റ് കൂടി വെച്ചു. അപ്പൊ ടോട്ടലി 35 മിനിറ്റ് ആണ് വെച്ചത്. അപ്പൊ നമ്മുടെ കേക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ്. അപ്പൊ നമുക്കിത് ചൂടാറാനായിട്ട് വെക്കാം. അപ്പൊ ഞാനിവിടെ ഷുഗർ സിറപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഒരു 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് അതിൽ 1 കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്. ഇത് ഫ്രിഡ്ജിൽ വെക്കുന്നത് നല്ല തണുപ്പായിട്ട് ഇരിക്കുമ്പോൾ അത് നമ്മുടെ കേക്കിൽ സോക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. അപ്പൊ ഇത് ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ ചെറി സിറപ്പ് അല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ മുന്നൊരു മുന്തിരി കേക്കിന്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ അതിനു വേണ്ടി ഞാനിവിടെ ഒരു വിപ്പിംഗ് ക്രീം കൊണ്ട് നമ്മുടെ മുന്തിരി പൾപ്പ് കൊണ്ട് ഒരു ക്രീം ചെയ്തിരുന്നു. അപ്പൊ ആ ക്രീം ഉള്ളതുകൊണ്ട് ഞാൻ ആ ക്രീമാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യില് ചെറി ഉണ്ടെങ്കിൽ ചെറി സിറപ്പ് ഉണ്ടാക്കാം. ചെറിയും പഞ്ചസാര ആഡ് ചെയ്തിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതുപോലെ. അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെക്കാൻ വെച്ചാൽ കുറച്ചുകൂടി നല്ല കട്ടിയിൽ നല്ല തണുപ്പോട് കൂടി നമുക്ക് കേക്കിലേക്ക് ആഡ് ചെയ്യാം. അപ്പൊ ഇത് ഓരോ ലെയേഴ്സിലാണ് ഞാൻ ഇത് ആഡ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ വിപ്പിംഗ് ക്രീം ഞാൻ 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ വിപ്പിംഗ് ക്രീം അതിലേക്ക് ഞാൻ കളർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ പകുതി കളറും പകുതി വൈറ്റും ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ കേക്ക് നമുക്ക് ഡിമോൾഡ് ചെയ്യാം. അപ്പൊ നമ്മുടെ കേക്ക് ഞാനിവിടെ ഡിമോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല ഹൈറ്റിലൊക്കെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ്. അപ്പൊ നമുക്കിത് ലെയർ ആയിട്ട് കട്ട് ചെയ്യാം. അപ്പൊ ഞാൻ 3 ലെയർ ആയിട്ട് കട്ട് ചെയ്തു കേട്ടോ. അപ്പൊ ഇതില് ഇപ്പൊ ലാസ്റ്റ് ലെയർ ആണ് ഇത്. ബാക്കി 2 ലെയേഴ്സ് ഇവിടെ ഉണ്ട്. ഈ ഇതില് വെച്ചേക്കാണ് ഞാൻ. അപ്പോ നമുക്ക് ഓരോ ലെയർ വെച്ചിട്ട് നമ്മൾ ഷുഗർ സിറപ്പ്, അതിന്റെ കൂടെ തന്നെ ഞാൻ മുന്തിരി പൾപ്പിന്റെ ഉണ്ടാക്കിയ ക്രീം, പിന്നെ വിപ്പിംഗ് ക്രീം അങ്ങനെ ആഡ് ചെയ്ത് വെക്കാൻ പോവാണ്. അപ്പൊ ഞാൻ ആഡ് ചെയ്യുന്നത് കാണിക്കുന്നില്ല. ലാസ്റ്റ് ക്രം കോട്ടിങ് ചെയ്തിട്ടുള്ള ഞാൻ കാണിക്കാം കേട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ക്രം കോട്ടിങ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം. ഞാൻ 10 മിനിറ്റ് ആണ് വെക്കുന്നത്.
അല്ലെങ്കിൽ 1 മണിക്കൂർ വേണമെങ്കിൽ വെക്കാം. എങ്ങനെയാ വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പൊ ഞാനിവിടെ ഒരു 10 മിനിറ്റ് വെക്കുന്നത് കേട്ടോ. ഇപ്പൊ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മുടെ കേക്ക് സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ 1 മണിക്കൂർ വെച്ചു കേട്ടോ. അപ്പൊ നമുക്കിനി ഇതിന്റെ മുകളിൽ ഒരു കോട്ടിങ് കൂടി ചെയ്യണം. നമുക്ക് കോട്ടിങ് ചെയ്തെടുക്കാം. അപ്പൊ ഞാനിവിടെ നമ്മുടെ കേക്കില് കളറൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു പൂവൊക്കെ ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് അതിന്റെ മുകളിൽ ഞാൻ ചെറി ഉണ്ടായിരുന്നു, ആ ചെറി വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയ കേക്കാണല്ലോ, അപ്പൊ ചെറി സെറ്റ് ചെയ്യണല്ലോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമന്റ് ചെയ്യാൻ മറന്നു പോകരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂടിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.